2025 ഏപ്രിലെ കറണ്ട് അഫേഴ്സ് ആണ്. 2025 ഏപ്രിലിൽ മരണപ്പെട്ട പശ്ചിമഘട്ട സംരക്ഷണ കമ്മീഷന്റെയൊക്കെ വ്യക്തിയായിരുന്ന ഒരു വ്യക്തിയാണ് കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കസ്തൂരി രംഗൻ എന്ന് പറയുന്നത്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനിലൊക്കെ ഉണ്ടായിരുന്നത് കസ്തൂരി രംഗനാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയമായിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ പോളിസി എന്ന് പറയുന്നത് 5+3+3+4 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് അതിന്റെ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നത് കസ്തൂരി രംഗനാണ്. പിന്നെ അതുപോലെ തന്നെ ISROയുടെ ചെയർമാൻ ആകുന്ന രണ്ടാമത്തെ മലയാളി കൂടിയായിരുന്നു കസ്തൂരി രംഗൻ. അപ്പൊ അത്തരത്തിലൊക്കെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് കസ്തൂരി രംഗൻ. അദ്ദേഹം 2025 ഏപ്രിലിൽ മരണപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ 2024 ഡിസംബർ 25 മരിച്ച ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ, നമുക്കറിയാം. അപ്പോൾ MT വാസുദേവൻ നായരുടെ കവിതകളും രചനകളുടെയും ഒക്കെ ആസ്വാദനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്തായ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ പറ്റി എഴുതിയ ഒരു പുസ്തകമാണ് എംടിത്തം എന്ന പുസ്തകം എന്ന് പറയുന്നത്. ആ എംടിത്തം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2025 ഏപ്രിലാണ് എംടിത്തം എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കിയത്. അത് രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയത് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. ഇനി അതുപോലെ തന്നെ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുനെസ്കോ എന്ന് പറയുന്നത് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃതികളെ, നമ്മുടെ രചനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല നല്ല കൃതികളെ അല്ലെങ്കിൽ നല്ല നല്ല എഴുത്തുകാർ എഴുതിയ രചനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന യുനെസ്കോയുടെ ഒരു പദ്ധതിയാണ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. 2025 ഇടം പിടിച്ച കൃതികൾ, ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച കൃതികൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ഇപ്പൊ 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റൂമാറ്റിക് ഫിവർ രഹിത ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റൂമാറ്റിക് ഫിവർ രഹിത ജില്ല, അതായത് റൂമാറ്റിക് ഫിവർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഒരു ഫിവർ എന്ന് പറയുമ്പോൾ പനി പോലെ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ റൂമാറ്റിക് ഫിവർ രഹിത ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്.